നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞാൽ നമ്മുടെ അയൽവാസിയായ കുഞ്ഞുമ്മു, വെള്ളി ലക്ഷ്മി എന്ന പേര് ശരിക്കും. അപ്പോൾ പറഞ്ഞാൽ മുപ്പത്തിക്ക് പറഞ്ഞാൽ ശരിക്കും നടക്കാനോ പ്രായമായ ഒരു വ്യക്തിയാണ്. പിന്നെ വെള്ളത്തിന് ഇവിടെ പ്രശ്നമില്ല, വെള്ളം കിട്ടൂല. ഒന്നാമത്തെ വിഷയം വെള്ളം കിട്ടൂല. അവിടെ ഇവിടെയൊക്കെ പോയിട്ട് ബുദ്ധിമുട്ടി ഒക്കെയാണ് ഈ വെള്ളം എടുത്തു കൊണ്ടുവരുന്നത്. പിന്നെ കറക്റ്റ് ഭക്ഷണം കാര്യങ്ങളൊന്നും ഇല്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആശ്രയ പദ്ധതിയിലൊന്നും ഇവരെ ഉൾപ്പെടുത്തിയില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ സാമാന്യ ബോധമല്ല എല്ലാവർക്കും മനസ്സിലാവും ഇവരെ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ ആരെ ഉൾപ്പെടുത്തുക. ഇവർക്ക് ആശ്രയ ആരല്ലത്. അപ്പം പിന്നെ ആശ്രയ എന്ന് എന്തിനാണ് അവർക്ക് പേരിട്ടിരിക്കുന്നത് ഈ സംഭവത്തിന്? ഇവർ ഈ വീടിൻ്റെ അവസ്ഥ നോക്കി നിങ്ങൾ, എന്താ അവസ്ഥ? ഇത്രയും മോശമായ ഒരു സിറ്റുവേഷനിലാണ് ഇവർ കഴിയുന്നത്. വേറെ ഒരു സ്ത്രീയാണ്, എത്രയും വയസ്സായ ആളാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞാൽ എല്ലാവരും പ്രതികരിക്കണം. നമ്മുടെ മെമ്പർ പറഞ്ഞാൽ ഈ ജസീന എന്ന ആളാണ്. എട്ടാം വാർഡ് പിന്നെ തൂർ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ഏരിയയാണ് ഇതൊക്കെ. ഈ വീടിൻ്റെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ. ശരിക്കും ഒരു സേഫ്റ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ശരിക്കൊരു ഈ ചുമരുകളൊക്കെ പകുതി പടുത്ത് വെച്ച് ഒക്കെ ഇത്ര ബുദ്ധിമുട്ടിലാണ്. ശരിക്കും വാതിലുകളില്ല, ഒരൊറ്റ വാതിലാണ് ഈ വീടിനുള്ളത്. ഈ അടുക്കളൻ്റെ ഒക്കെ ഒരു കോലം നോക്കി നിങ്ങൾ. ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒരു വീടൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പ്രതീക്ഷിക്കണം? അത് ഇത്രയും ഒരു സ്ത്രീയാണ്, വയസ്സായ ഒരാളാണ്. എന്തൊരു അനാസ്ഥയാണ് ഈ പഞ്ചായത്തിന്റെ, ഈ വീടിന്റെ. ഇവിടെ ഒക്കെ എന്താണ് ഇല്ലത് നോക്കി, ഒരു കൂട്ടാനാണിത്. കണ്ടോളി നിങ്ങൾ, ഒരു മനുഷ്യത്തിൽ നിന്ന കൂട്ടാനാണിത്. ഇവിടെ നമ്മള് പിന്നെ ഈ അൽഫാം മന്തി ഒക്കെ കഴിച്ചു കിടക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ ഇവിടെ ഈ വീട്ടിൽ നമുക്ക് എന്തോരം എല്ലാം അങ്ങനെ കഴിച്ചു വെച്ചിട്ടുണ്ട്. വേറൊരു സാധനം ഇവിടെ ഇല്ല. ഒരു ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്താം. എന്താണ് മാനദണ്ഡം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ഈ റൂമിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കി നിങ്ങൾ, എന്താണ് ഇതിന്റെ അവസ്ഥ? ശരിക്കും ലൈറ്റും കാര്യങ്ങളും, ഒരു ഇൻവെർട്ടർ അങ്ങനെ സംഭവം. ഒരു വയസ്സായ ആളല്ലേ, ഒരു ഇൻവെർട്ടർ പോലും കൂടി ഈ വീട്ടിലില്ല. ഈ കടക്കണ കട്ടിലൊക്കെ നോക്കി, എന്നിട്ടൊരു അവസ്ഥ നോക്കി. ഒരു മനുഷ്യ സ്ത്രീയാണ് കിടക്കണത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് സർക്കാർ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അധികാരികൾ നിങ്ങൾ കണ്ണ് തുറക്കാത്തത്? നിങ്ങളെ ആൾക്കാർക്ക് മാത്രമേ നിങ്ങൾ കൊടുക്കുള്ളൂ. നിങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുള്ളൂ പഞ്ചായത്തിൽ നിന്ന്. ഈ 8ാം വാർഡ് പറഞ്ഞാൽ ഇത്ര മോശം ഒരു വാർഡ് ഈ പഞ്ചായത്തിലില്ലാന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഈ ഒരു സമയത്തല്ല കേട്ടോ, ഇതിന്റെ മുന്നേ ഏത് ഭരണത്തിലാണെങ്കിലും ഇതേ ഒരു അവസ്ഥയാണ്. ഈ മനുഷ്യത്തിനെ നിങ്ങൾ ഇനി ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇതിലും വലിയ പ്രക്ഷോഭങ്ങൾ നടത്തും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കി. എല്ലാവരും പ്രതികരിക്കണം സുഹൃത്തുക്കളെ. ഒന്ന് നോക്കിയ സുഹൃത്തുക്കളെ, ഈ മനുഷ്യത്തിക്ക് ശരിക്കും നടക്കാൻ വയ്യ. ഇവരെ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്താണ് അപ്പോൾ ഒരു മാനദണ്ഡം എനിക്ക് മനസ്സിലാവും. വെള്ളമൊക്കെ എങ്ങനെ ഈ കാലം വെച്ചിട്ടാണ് വെള്ളം കൊണ്ടുവരുന്നത്? ഒരു വിറകോ ഒരു സംഭവം ഒരു സഹായത്തിന് മനസ്സല്ല. ഈ അയൽവാസികൾ പറഞ്ഞാൽ സഹായിക്കാൻ അവർക്ക് ജോലിയും കാര്യങ്ങളും ഒക്കെ ആയ ആൾക്കാരാണ്. അവർക്ക് സഹായിക്കാൻ കഴിയും ഒരു മനുഷ്യത്തിന്. ഇപ്പൊ ഇവർക്ക് ഈ ആശ്രയ പദ്ധതിയിൽ കൊടുത്ത് ഈ അരിയും കാര്യങ്ങളും ആ ആവശ്യ സാധനങ്ങളും കൊടുത്തുകൂടെ നിങ്ങൾക്ക്? എല്ലാവരും പ്രതികരിക്കണം സുഹൃത്തുക്കൾ. അനീതിക്കെതിരെ നമ്മൾ പറഞ്ഞാൽ ഉറപ്പായിട്ടും പ്രതികരിക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും പറയണ്ടേ? ഈ പറഞ്ഞത് ഇവിടെ വന്ന് കണ്ടുപോണതെല്ലാവരും ഈ പേരപ്പോ ഇതാക്കി തന്നെ പഞ്ചായത്തിൽ പെരന്റെ കോലം താപ്പ് ഇങ്ങനെ പേര പഞ്ചായത്തിൽ കൊടുക്കുന്നത്. ഇപ്പൊ അത് മാത്രമല്ല, അടച്ചുറപ്പുണ്ടായി ശരിക്കും പേര. വേറെ ഒന്നും ഞാൻ പിന്നെ പറയും. ഇതൊക്കെ കണ്ടുകൊണ്ട് തന്നെ എല്ലാവരും ഇവിടെ വരുന്നില്ലേ പോകുന്നില്ലേ ഒക്കെ ഉണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് ഈ മനുഷ്യത്തിന്റെ അവസ്ഥ. സങ്കടത്തോടെയാണ് ഈ പറയണത്. ഭക്ഷണത്തിന്റെ ഒക്കെ അവസ്ഥ നമ്മൾ എങ്ങനെയാണ്? എന്താണ് ഞാൻ എന്തെങ്കിലും വലയല്ലേ എന്തെങ്കിലും സമ്മതിയൊക്കെ അരക്കല്ലോ. ഇപ്പൊ 10 പൈസ ഇല്ല, പെൻഷൻ കിട്ടുന്നില്ല. പെൻഷൻ കിട്ടിയിട്ട് എത്രയായി? പെൻഷൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ ഇവിടുന്നൊക്കെ എന്തെങ്കിലും കടോ കള്ളിയൊക്കെ ഞാൻ ജനിച്ച നാടല്ലേ, പലതും കിട്ടിട്ട്. പക്ഷെ ഞാൻ ഒന്നിനും സർക്കാർ നമുക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തരണ്ടേ? ഞാൻ ഒന്നിനും പോണില്ല. നമ്മൾ പഞ്ചായത്ത് നമുക്ക് ചെയ്തേണ്ട കാര്യങ്ങൾ ചെയ്തു തരണ്ടേ? ഞാൻ ആരോടൊന്നും പറയുന്നില്ല. എന്താ വെച്ചാ പറഞ്ഞാ പിന്നെ അതൊരു ഇതായി തീരണ്ടേ. ഞാൻ ഒന്നും പറയുന്നില്ല. നിങ്ങൾ പറയണേ, പ്രതികരിക്കണം. നമ്മളൊന്നും ശബ്ദം ഉണ്ടാക്കാത്തോണ്ടാണ് ഇവര് പറഞ്ഞാല് ഇങ്ങനെ മിണ്ടാതിരിക്കണത്.